ഹലോ ഗായ്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ജർമ്മൻ ട്രഡീഷണൽ ബ്രെഡാണ്. ഇത് നമ്മുടെ നാട്ടിലെ പ്ലം കേക്ക് പോലെ ഉണ്ടാവും, പക്ഷേ ഇത് ഈസ്റ്റ് വെച്ചാണ് ഉണ്ടാക്കുന്നത്. അതുപോലെ തന്നെ നിറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. റമ്മിൽ മുക്കി വെച്ച് ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം ആഡ് ചെയ്തിട്ടാണ് ഈ ബ്രെഡ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഇത് ഇവിടുത്തെ ആൾക്കാർ ഒരു 500 ഇയേഴ്സ് ബാക്കുള്ള ട്രഡീഷനാണ്. ക്രിസ്മസിന് മുമ്പായിട്ട് സ്റ്റോളൻ ഉണ്ടാക്കുന്നത്. ഇതിൽ ജീസസിനെ ഒരു വെള്ള പുതപ്പിൽ കിടത്തിയിരിക്കുന്നു, മൂടി കിടത്തിയിരിക്കുന്നു എന്നാണ് അത് പറയുന്നത്. അപ്പോൾ ഈ ബ്രെഡിൻ്റെ മുകളിൽ നമ്മൾ ഫൈനലി പൗഡർഡ് ഷുഗർ ഇടും. അതാണ് അതിനെ സിംബോളൈസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമ്മളൊരു ലോ വാം മിൽക്കിലേക്ക് കുറച്ച് ഈസ്റ്റ് ഇട്ടിട്ട് ഇത് ഫെർമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട്. അത് പൊടിയിലേക്ക് ഒഴിച്ച് അതൊരു 20 മിനിറ്റ്സ് ഫെർമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മൂടി വയ്ക്കുക. അതിനുശേഷം നമ്മൾക്ക് ബട്ടറും ഷുഗറും ഒരു ഇച്ചിരി ഉപ്പും ഇട്ടിട്ട് നമുക്ക് പൊടി നന്നായി കുഴച്ച് വയ്ക്കാം. ഇതിലേക്ക് നമ്മൾക്ക് കുറച്ച് വാനില എസൻസ് ഇടുക, പിന്നെ ഒരു 1/2 ടീസ്പൂൺ കാർഡമം പൗഡർ ആൻഡ് നട്ട്മെഗ് പൗഡർ ഇടുക, 2 ഹാഫ് ടീസ്പൂൺസ്, പിന്നെ ഒരു 1 ടീസ്പൂൺ സിനമൺ പൗഡർ ഇട്ട് യോജിപ്പിച്ച് കുഴച്ച് വയ്ക്കുക. ഇതിലേക്ക് നമ്മൾക്ക് ഒരു മുട്ട കൂടി ചേർത്തിട്ട് നന്നായി കുഴച്ച് വയ്ക്കുക. നമ്മളുടെ നേരത്തെ നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന എല്ലാ ഡ്രൈ ഫ്രൂട്ട്സ് വിത്ത് റം നമ്മൾക്ക് എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ബദാം പൗഡർ ഇടുക. ബദാം പൗഡർ ഇല്ലെങ്കിലും കുഴപ്പമില്ല, ബദാം പൗഡർ കൂടി ഇട്ടിട്ട് ഇതെല്ലാം ചേർത്ത് കുഴച്ച് വീണ്ടും നമ്മൾക്ക് മൂടി ഒരു 20-25 മിനിറ്റ്സ് വെക്കാം. അപ്പോൾ അത് നന്നായിട്ട് റൈസ് ചെയ്ത് വരും. നന്നായിട്ട് പൊങ്ങി വന്നതിന് ശേഷം നമ്മൾ അതെടുത്ത് വീണ്ടും ഒരു റോളർ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പരത്താം. എന്നിട്ട് രണ്ട് സൈഡും ഫോൾഡ് ചെയ്യുക. അപ്പുറത്തുനിന്ന് റൈറ്റിൽ നിന്ന് ലെഫ്റ്റിൽ നിന്ന് നമ്മൾ അതൊന്ന് ഫോൾഡ് ചെയ്ത് വെക്കുക. അതിനുശേഷം വേണമെങ്കിൽ ഒരു 5 to 10 മിനിറ്റ്സ് വെയിറ്റ് ചെയ്യുക. പിന്നെ നമ്മൾ ഓവനിൽ വെച്ചിട്ട് ബേക്ക് ചെയ്യാവുന്നതാണ്. ബേക്ക് ചെയ്തെടുത്തതിന് ശേഷം കുറച്ച് മെൽറ്റഡ് ബട്ടർ അതിൻ്റെ മുകളിൽ തടവി അതിനുശേഷം നമുക്ക് പൗഡർ ഷുഗർ മുകളിൽ കോട്ട് ചെയ്യാവുന്നതാണ്. ഇത് ഉണ്ടാക്കിയതിന് ശേഷം ആക്ച്വലി ഒരു 2 വീക്സ് വെയിറ്റ് ചെയ്യണം, എന്നിട്ട് നമുക്ക് മുറിക്കാവുന്നതാണ്. പക്ഷേ ഇതിൻ്റെ ഒരു ടേസ്റ്റും സ്മെല്ലും കാരണം നമ്മൾ വെയിറ്റ് ചെയ്യാറില്ല. ഇതിന് കൂടുതൽ ടേസ്റ്റ് വരുന്നത് നമ്മളൊരു കോൾഡ് ആയിട്ടുള്ളൊരു പ്ലേസിൽ ഇത് വെച്ച് ഒരു 2 വീക്സ് വെയിറ്റ് ചെയ്തതിന് ശേഷം കഴിക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.